ബാലഗോപാലിന് എന്തോ പ്രധാനപ്പെട്ട വിവരം നൽകാനുണ്ട്. ബാലു, കെ സി വേണുഗോപാലിന്റെ വാഹനം ആര്യ, ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്ക് നമ്മൾ കാണുകയാണ്. കെ സി വേണുഗോപാലിന്റെ വാഹനം അത് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് അവസാനിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് എന്ന് വേണം കരുതേണ്ടത്. കാരണം ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ വാഹനം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കടന്നു കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വാഹനത്തിൽ കാണുന്നത് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവറും അപ്പുറത്ത് കെ സി വേണുഗോപാൽ ഡൽഹിയിലെ PAയുമായ അരവിന്ദുമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ അരവിന്ദാണ് കെ സി വേണുഗോപാലിനെയും കൊണ്ട് ഈ വാഹനത്തിൽ ഇവിടേക്ക് എത്തുന്നത്. കെ സി വേണുഗോപാലിനെ വിളിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ആ വാഹനം വീണ്ടും കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ഗേറ്റ് കഴിഞ്ഞ്, പോലീസ് ബാരിക്കേഡ് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വസതിയുടെ ഗേറ്റിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്ന ആ വാഹനം ഇപ്പോൾ ഇതാ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി എപ്പോഴാണ് കെ സി വേണുഗോപാലിനെയും കൊണ്ട് ആ വാഹനം പുറത്തേക്ക് വരുന്നത്, അതാണ് കാണേണ്ടത്. സ്വാഭാവികമായും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കേണ്ടത്. അതുകൊണ്ടാകാം ഈ വാഹനം ഇപ്പോൾ ഉള്ളിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഗേറ്റ് തുറക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. സുരക്ഷാ ജീവനക്കാർ ആ വാഹനത്തിൽ സുരക്ഷാ പരിശോധന നടക്കുകയാണ്. അതുകൊണ്ടാണ് ആ വാഹനം അവിടെ ഇട്ടിരിക്കുന്നത്. Z+ കാറ്റഗറി സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന എല്ലാ വാഹനങ്ങളും ഇങ്ങനെ ഒരു ഫ്രിസ്കിംഗ് നടക്കാറുണ്ട്. ആ ഫ്രിസ്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ആ വാഹനം ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും. തുടർന്ന് കെ സി വേണുഗോപാലിനെയും കൊണ്ട് ആ വാഹനം പുറത്തേക്ക് വരുന്നതായിരിക്കും. ആ വാഹനം പിന്നീട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണോ അതോ 51 ലോധി എസ്റ്റേറ്റിലേക്കാണോ? കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ആശ ടീച്ചറും അതുപോലെ തന്നെ 2 മക്കളും നിലവിൽ ഈ ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിയിലുണ്ട്. സ്വാഭാവികമായും കേരളത്തിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുകയാണെങ്കിൽ അവരും കെ സിക്കൊപ്പം പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ചാർട്ടേഡ് വിമാനത്തിൽ കേവലം 4 പേർ മാത്രമാണ് കേരളത്തിലേക്ക് പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ കെ സി വേണുഗോപാൽ ഉണ്ടോ എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് ഈ സുരക്ഷാ ജീവനക്കാർ മാധ്യമങ്ങളെ മാറ്റുകയാണ്. കാരണം ഈ വാഹനങ്ങൾ തിരികെ വരേണ്ടതായുണ്ട്. അതുകൊണ്ട് ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ നീക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ അവിടെ തുടരണം. പ്രധാനപ്പെട്ട ഡ്രാമ നടക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ്. കെ സി വേണുഗോപാൽ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കെ സി വേണുഗോപാൽ പറന്നിറങ്ങുമോ? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കെ സി വേണുഗോപാൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ 100% കൺഫർമേഷൻ വന്നിട്ടില്ല. ഉണ്ട് എന്നാണ് സൂചന. ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും 2 മക്കളും ആ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ഫ്ലൈറ്റിന്, രാത്രിയുള്ള ഫ്ലൈറ്റിനായിരിക്കും അവർ തിരുവനന്തപുരത്തേക്ക് വരിക. രാത്രി ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതല്ല, നിയമസഭാ കക്ഷി യോഗത്തിൽ വന്ന് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്ന ആ പ്രക്രിയയിൽ, അതായത് ഒരു പേര് അനൗൺസ് ചെയ്യുന്ന പ്രക്രിയയിൽ ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ പങ്കെടുക്കാനാണ്. ഇതും നമുക്ക് യാതൊരു വിവരവുമില്ല. എന്തായാലും ആ കാർ ആര്യാദ അകത്തേക്ക്, രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് അകത്തേക്ക് കയറിപ്പോയി. ആ കാർ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ അത് പുറത്തേക്ക് വരും. അകത്തേക്ക് പോകുന്ന സമയത്ത് കെ സി വേണുഗോപാലിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും മുഖത്ത് പുഞ്ചിരി തന്നെയായിരുന്നു. അപ്പോൾ ആ കാറിൽ മടങ്ങി വരുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടതിനു ശേഷം, രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കെ സി വേണുഗോപാലിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ടോ? അത് കെ സി വേണുഗോപാലാണോ അതോ മറ്റാരെങ്കിലും ആണോ? അതാണ് നമുക്കറിയേണ്ടത്. നിർണായകമായ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റിൽ ആരൊക്കെ, പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ആരൊക്കെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങും? 3-ൽ ആരാകും മുഖ്യമന്ത്രി? ഇതാണ് കഴിഞ്ഞ 10 ദിവസമായി കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഇന്നെങ്കിലും ഒരു ഉത്തരം കിട്ടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കേരള സ്റ്റേറ്റ് നമ്പർ 1 ആ കാറിൽ ആരായിരിക്കും ഇറങ്ങുക? സതീശൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ എത്തേണ്ടതാണ്. 7:15 കൂടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വി ഡി സതീശൻ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും. നിയുക്ത MLA-മാരിൽ അധികവും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും തിരുവനന്തപുരത്തുണ്ട്. കെ സി വേണുഗോപാൽ ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും വളരെ വളരെ നിർണായകമായ നിമിഷങ്ങൾ, മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.
ബാലഗോപാലിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ചില വിവരങ്ങളുണ്ട്. ബാലു, ഇനി യാത്രാ പ്ലാൻ സംബന്ധിച്ച് KC വേണുഗോപാലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിന് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ കുടുംബത്തിന്റെ യാത്രാ പ്ലാൻ തുടങ്ങിയവ ലഭ്യമാകുമല്ലോ. നമുക്ക് അതല്ലാതെ ഈ വിവരം ലഭ്യമാകാൻ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഇപ്പോൾ എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ബ്രീഫ് നൽകാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഏകദേശ സൂചനയെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സൂചന വരുന്നുണ്ടോ? അഭിലാഷ, ഒരു സൂചനയും ലഭ്യമായിട്ടില്ല. കാരണം ഈ കൂടിക്കാഴ്ചയിൽ ആകെ ഉണ്ടായിരുന്നത് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ കൂടിക്കാഴ്ച നടന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. അല്പസമയത്തിനുള്ളിൽ തന്നെ KC വേണുഗോപാൽ ഇവിടെ നിന്ന് തിരികെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയം KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കൂടിക്കാഴ്ച, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് രാവിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കൂടിക്കാഴ്ചയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ KC വേണുഗോപാൽ പിന്മാറുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ, അതോ KC വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി അറിയിച്ചോ, പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടോ തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇപ്പോൾ KCയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വരവിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ദീപാദാസ് മുൻഷിക്ക് വരാനായിരുന്നെങ്കിൽ അത് ഇന്നലെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. രാവിലെ 10:30 തിരുവനന്തപുരം ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. 10:30 ഫ്ലൈറ്റിന് ദീപാദാസ് മുൻഷിക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലൈറ്റ് ആ ചോയ്സ് മാറ്റി വെച്ചുകൊണ്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന തരത്തിലൊരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ അതിലുണ്ടാവുമല്ലോ. ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നീക്കത്തിന് പ്രസക്തിയില്ലല്ലോ. സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ തന്നെ ദീപാദാസ് മുൻഷിയുടെ യാത്രയൊക്കെ സംബന്ധിച്ച് ഒരു വ്യക്തത നമ്മളെ സംബന്ധിച്ചിടത്തോളം വരേണ്ടതായുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ KC വേണുഗോപാൽ ഇപ്പോൾ ഈ വസതിക്ക് പുറത്തേക്ക് വരുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലെ കാർ പോർച്ചിൽ KC വേണുഗോപാലിന്റെ വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. KC വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വാഹനത്തിൽ പുറത്തേക്ക് വരുമെന്നാണ് ഇവിടുത്തെ ഈ മൂവ്മെന്റുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം സുരക്ഷാ ജീവനക്കാർ പരമാവധി ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. യാതൊരു കാരണവശാലും അവരുടെ ഈ വിലക്ക് അല്ലെങ്കിൽ അവർ പറയാത്ത മേഖലകളിൽ ഷൂട്ട് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രസക്തമാണ്. എന്താണ് കടന്നത്? കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഈ യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? KC വേണുഗോപാലിനോട് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? അതാണ് കേരളത്തിൽ അറിയേണ്ടത്. അത് അറിയുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ബാലു അവിടെ തുടരുക. വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ 9 മണി മുതൽ KC വേണുഗോപാൽ കാണുകയാണ്. ഇപ്പോൾ സമയം 10:16 ഇതുവരെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കൂടിക്കാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ്, അത് അവസാനിച്ചു എന്നാണ് കരുതുന്നത്. ആ മീറ്റിംഗിന് ശേഷം KC വേണുഗോപാൽ തിരികെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകും. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് ആയിട്ടില്ല. പക്ഷേ KC വേണുഗോപാൽ വരികയാണ് എന്നാണ് ലഭ്യമാവുന്ന എല്ലാ സൂചനയും.